പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ CMRLന് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. സിംഗിൾ ബെഞ്ചിന്റെ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ED അന്വേഷണം തുടരാം. SFIO അന്വേഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ED അന്വേഷണം ആവശ്യമില്ല എന്നതായിരുന്നു അവരുടെ വാദം. പക്ഷേ ആ വാദം അംഗീകരിച്ചില്ല ഡിവിഷൻ ബെഞ്ച്. EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ ഇനി എന്താ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാസപ്പടിയിൽ CMRLന് വലിയ തിരിച്ചടിയെന്നതാണ് പുതിയതായി വരുന്ന വാർത്ത. അത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള തിരിച്ചടിയായി മാറുകയും ചെയ്യുകയാണ്. അതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് എന്നതാണ്. CMRL തിരിച്ചടിയാണ്. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. സിംഗിൾ ബെഞ്ച് വിധി അതേപടി ശരിവെക്കുകയാണോ ഡിവിഷൻ ബെഞ്ച് ചെയ്തത്? ED അന്വേഷണത്തിന് സ്റ്റേയിൽ, അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് അന്വേഷണം തുടരാമെന്നായിരുന്നു. ED അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് CMRL ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത്. അത് തള്ളുകയും ED അന്വേഷണം തുടരാമെന്ന നിർദ്ദേശവുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയത്. അതേസമയം തന്നെ ആ ഹർജിക്കെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിൽ CMRL സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. അതിലാണ് ഇപ്പോൾ ED അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ED അന്വേഷണം സ്റ്റേ ഇല്ല, അതുപോലെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് സ്റ്റേ ഇല്ല എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഹർജിയിൽ മുഴുവൻ വാദവും കേട്ട ശേഷം തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി, എന്തായാലും വാദം തുടരുന്നുണ്ട്. അതിൽ മുഴുവൻ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. CMRL പ്രധാനമായിട്ടും ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് ഈ SFIOയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് കൊണ്ടിട്ടാണ് ED ഈ കേസിൽ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള നീക്കം നടത്തിയത്. അത് EDയെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും CBIയോ പോലീസോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു FIRന്റെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് ഇതുവരെ CMRലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ SFIO രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോസിക്യൂഷൻ ജഡ്ജ്മെന്റ്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ED ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. EDയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല ഇക്കാര്യങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു CMRL പ്രധാനമായിട്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് നിലവിലൊരു FIR ഉള്ളപ്പോൾ മാത്രമേ EDക്ക് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് മാനിച്ചുകൊണ്ടും ED ഇതിൽ അനാവശ്യമായ ഇടപെടലാണ് നടത്തുന്നത്. ഇത് PMLA നിയമപ്രകാരം പോകാനുള്ള ഒരു സാധ്യതയും ഇതിനില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായ ചൂണ്ടിക്കാട്ടിയാണ് CMRL ഈ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം തന്നെ CMRL വീണ വിജയന്റെ എക്സാലോജിക്കിന് മാസപ്പടി നൽകി വരുന്ന കാര്യം ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും അതിന് കൃത്യമായ രേഖകൾ നൽകാൻ ഈ എക്സാലോജിക്കിന് കഴിയാതെ പറ്റുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വീണ വിജയൻ അതിന് മറുപടിയായി ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടന്നിട്ടുള്ളത്, കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുള്ളത് ഓൾറെഡിയാണ്. ഇത് മിനിറ്റ്സായി രേഖപ്പെടുത്തിയിട്ടില്ല. പലപ്പോഴും നേരിട്ട് സംസാരിച്ചായിരുന്നു ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇത്ര അധികം രൂപയുടെ ഒരു ഇടപെടൽ നടത്തുമ്പോൾ അത് കൃത്യമായി സൂക്ഷിക്കണമെന്ന നിയമമുണ്ട്. അത് കൃത്യമായി രേഖകൾ ഉണ്ടാകണം, മിനിറ്റ്സ് ഉണ്ടാകണം, ഏതൊക്കെ സേവനങ്ങൾ നൽകി എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും വേണമെന്നാണ് നിയമം. അത് പാലിക്കപ്പെട്ടിട്ടില്ല. അത് ആദായ നികുതി വകുപ്പിന് മുൻപാകെ അത് സമർപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. അതേ തുടർന്നിട്ടുള്ള ഈ കോർപ്പറേറ്റ് നിയമങ്ങൾക്ക് നിയമലംഘനത്തിന് അന്വേഷിക്കാനുള്ള SFIO രംഗത്ത് വരുന്നതും SFIO അന്വേഷണം തുടങ്ങുന്നതും അങ്ങനെയാണ്. SFIO ഇപ്പോൾ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം ED തുടങ്ങി വെച്ചിരിക്കുന്നതെന്നാണ് CMRLന്റെ നേരത്തെ ഒരു പ്രാവശ്യം ED വിഷയത്തിൽ ഇടപെടുകയും ഈ ഒരു സാധ്യതയെ CMRL ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ED ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇതിൽ PMLA നിയമപ്രകാരം കേസെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ വ്യക്തമാകാനുണ്ട്. അത് അന്വേഷിക്കാനുണ്ട്. അത് പ്രത്യേകിച്ചും CMRL ഈ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് നൽകിയിരിക്കുന്ന ലോൺ, അത് തിരിച്ചടവില്ലാതെ 50 ലക്ഷം രൂപ ലോൺ നൽകിയിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമായി ഉണ്ടാക്കിയ രേഖകളാണ് എന്നാണ് ED മുന്നോട്ട് വയ്ക്കുന്ന സംശയം. അതുകൊണ്ട് തന്നെ ഇനി അതിവേഗം വീണ വിജയനെയും അതുപോലെ CMRL MD ശശിധരൻ കർത്തയെയും അതുപോലെ മറ്റുദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ്. പക്ഷെ CMRലിന്റെ പിന്നിൽ എക്സാലോജിക്ക് തന്നെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വാദവും ED ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും CMRലിന് തിരിച്ചടിയായിരിക്കുന്ന നീക്കമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതേസമയം മുഴുവൻ വാദവും കേട്ട ശേഷം തീരുമാനമെടുക്കുമെന്നാണ് കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജിയിൽ മുഴുവൻ
യെസ്, ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം, അതായത് ഇന്ന് തന്നെ വിശദമായ വാദം കേൾക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു അന്തിമ തീർപ്പല്ല ഈ വിഷയത്തിൽ. ഇ ഡി അന്വേഷണം തുടരാമോ ഇല്ലയോ എന്നതിൽ ഒരു വിധി കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വരാനുണ്ട്. അത് വരുന്ന ഒരു ദിവസം ഉണ്ടാകും, അങ്ങനെയാണോ കരുതേണ്ടത്? സജിത്ത്, തീർച്ചയായിട്ടും അതിനൊരു ക്ലാരിറ്റി വരുത്താനാണ് ഈ കോടതി ശ്രമിക്കുക. എന്തായാലും അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന് തന്നെയാണ്. അതായത് അന്വേഷണം ഇടിക്ക് തുടരാമെന്നുള്ളത്, അത് ഏതൊക്കെ നിബന്ധനകളോടെ തുടരാമെന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഇനി കോടതി മുന്നോട്ട് വെക്കാൻ കഴിയുക. അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടാണ് CMR ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിലെത്തുന്നത്. ആ ഹർജി തള്ളിയ ശേഷം ഇഡിക്ക് അന്വേഷണം തുടരാമെന്നും കൂടി ഹൈക്കോടതി അതിൽ ചേർക്കുന്നു. അതായത് ഇഡിയുടെ അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയിൽ എത്തിയിരുന്നത്. ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇഡി എടുപിടിയായിട്ട് അടിയന്തരമായിട്ട് മറ്റു നടപടിക്രമങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു. അത് മാത്രമല്ല, അന്ന് നടന്നിട്ടുള്ള 12 കേന്ദ്രങ്ങളിൽ നടത്തിയുള്ള റെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ ഈ പിടിച്ചെടുത്ത രേഖകൾ, അതുപോലെ വീണ വിജയന്റെ ഫോൺ ഉൾപ്പെടെയുള്ള മറ്റ് ഡിവൈസുകൾ, അത് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇഡിക്ക്. വീണ വിജയനെ അവരുടെ പ്രസൻസിൽ വെച്ചിട്ടാണ് അവരുടെ ഫോൺ പരിശോധിക്കുക. മറ്റു കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യവും ഇനി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും പെട്ടെന്ന് ഈ കേസിൽ സ്റ്റേ അനുവദിക്കുന്നില്ല എന്നതാണ് ഡിവിഷൻ ബെഞ്ച് എടുത്തിരിക്കുന്ന നിലപാട്. വിശദമായ വാദം കേൾക്കാം, അതിനുശേഷം തീരുമാനം പറയാമെന്ന്. എന്തായാലും തൽക്കാലം സിംഗിൾ ബെഞ്ച് വിധി അതേപടി നിലനിൽക്കുമെന്നതാണ് സാഹചര്യം. അടിയന്തരമായി ഇടപെട്ട് സ്റ്റേ നൽകണം എന്നതായിരുന്നു CMRLന്റെ വാദം. ആ വാദം കോടതി അംഗീകരിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം, കൂടുതൽ മൊഴിയെടുക്കാം. ഒരുപക്ഷേ ഇതിൻ്റെ ഭാഗമായി നേരത്തെ വീണ വിജയനടക്കം സമൻസ് നൽകുമെന്ന് ഇഡിയുടെ സൂചനയുണ്ടായിരുന്നു. പക്ഷേ സമൻസ് ഇതുവരെ നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ കോടതി വിധിക്ക് കാത്തിരിക്കുകയായിരുന്നിരിക്കണം. അതിൻ്റെ തുടർ നടപടികളിലേക്ക് ഇഡി കടക്കുമെന്ന് കരുതാം. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കോടതി ഇടപെടൽ കൂടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. CMRL തിരിച്ചടിയുണ്ടാവുന്നു, ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഇല്ല എന്നതാണ് സാഹചര്യം. ഇതിൽ വിശദമായ വാദം കേട്ട ശേഷം തീരുമാനം പിന്നീട് പറയും. അടിയന്തരമായി ഇടപെടുന്നില്ല. ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷോൺ ജോർജ്, താങ്കളൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ മറിച്ചൊരു തീരുമാനം എടുക്കില്ല എന്ന്? അല്ല, എന്നും പരമോന്നത നീതിപീഠത്തിൽ നിന്നും നീതി മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തന അഭിഭാഷകനാണ് ഞാൻ. മാത്രമല്ല, ഇത്ര ഒരു സ്റ്റേജിൽ കോടതി ഇടപെടില്ല എന്ന് സ്വാഭാവികമായും കോടതിയുടെ രീതികൾ അനുസരിച്ച് ഈ ഒരു സ്റ്റേജിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സ്റ്റേജിൽ ഒരിക്കലും കോടതി ഇടപെടാറില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇന്ന് രസകരമായ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നും വീണയല്ല കോടതിയെ സമീപിച്ചതെന്നുള്ളതാണ്. ഇന്നും കോടതിയെ സമീപിച്ചിട്ടുള്ളത് CMRലാണ്. ഇപ്പോഴും CMRന്റെ ചെലവിൽ കേസ് പോലും നടത്തുന്ന പ്രവണതയാണ് ഈ വീണയ്ക്കും പിണറായി വിജയനും ഉള്ളത്. കാരണം ഈ കാലഘട്ടത്തിലെല്ലാം ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള പ്രമുഖ അഭിഭാഷകർ, വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകർ, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന അഭിഭാഷകരാണ് ഹാജരായത്. അപ്പോൾ ഇപ്പോഴും CMRന്റെ ചെലവിൽ സംരക്ഷണം നേടാമെന്നാണ് വീണ കരുതുന്നത്. അല്ല, ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ റെയ്ഡിന് ശേഷം CMRൽ ചോദിച്ച പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് വീണ ചോദിച്ചില്ല? അവർ നേരിട്ട് എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? അപ്പൊ ഇപ്പോഴും ആ ബാന്ധവം തുടരുകയാണ്. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത CMRൽ നേരിട്ട് കോടതിയിൽ എത്തിയില്ല എന്നുള്ളതാണ്. CMR നേരിട്ട് കോടതി എത്തി, വീണ നേരിട്ട് കോടതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, ഇത് കോടതി അടിയന്തര ഇടപെടലാണ് ഡിവിഷൻ ബെഞ്ച് തയ്യാറാവാത്തത്. വിശദമായ വാദം കേൾക്കട്ടെ എന്ന് നിലപാടെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിശദമായ വാദം കേട്ട ശേഷം ഈ സ്റ്റേ അംഗീകരിക്കുമോ? അങ്ങനെ പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും. അല്ല, കോടതിയുടെ ഒരു പ്രൊസീജിയറാണല്ലോ. വിശദമായ ഏത് കേസിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓർഡർ അല്ലെങ്കിൽ വിശദമായ വാദം കേൾക്കും. ആ വിശദമായ വാദം കേട്ടാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം റെയ്ഡിലും അല്ലാതെയും SFIയുടെ എൻക്വയറി റിപ്പോർട്ട് തന്നെ കോടതിയിൽ വെച്ച് കഴിയുമ്പോൾ കോടതി കാര്യങ്ങൾ ബോധ്യമാവും. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംഭവിക്കാനില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു കാര്യം കൂടി, ഈ ഇഡിക്ക് മുന്നിൽ ഇപ്പം വീണയ്ക്ക് സമൻസ് അയക്കുക അടക്കമുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചെങ്കിൽ കൂടിയും അത് ഉണ്ടായില്ല. ഇന്നത്തെ കോടതി സ്റ്റേ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു കാത്തിരിപ്പായിരിക്കാം ഇഡി നടത്തിയത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള നീക്കങ്ങൾ ഇഡിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളതാണ്. അദ്ദേഹം കട്ടായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, ഇഡിയുടെ ഇനിയുള്ള നീക്കം എന്ത് എന്നതാണ് ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, നടത്തിയ പരിശോധനയും അതുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇഡിക്ക് ഇപ്പോൾ തൽക്കാലം ആശ്വാസം കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ ഇനി എന്ത് നീക്കമാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇഡി തുടർ പരിശോധനകളും വീണയ്ക്ക് സമൻസ് അയക്കൽ പോലെയുള്ള നീക്കങ്ങളും നടത്തുമോ? സജിത്തെ, കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്ന് കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇഡി സമൻസ് അയക്കുമെന്നുള്ള ഒരു അഭ്യൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇതുവരെ